കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസ് എന്നെ വേദനിപ്പിച്ച ടീമുകൾക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണെന്നും ആരെല്ലാമാണ് തന്നെ വേദനിപ്പിച്ചതെന്ന് ജനങ്ങൾക്കറിയാമെന്നും ലാലി ഫേസ്ബുക്കിൽ കുറിച്ചു. നിജി ജസ്റ്റിനെ മേയറാക്കിയത് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കോഴ വാങ്ങിക്കൊണ്ടാണെന്ന് ലാലി ജെയിംസ് നേരത്തെ ആരോപിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഒന്നാകെ മുൾമുനയിൽ നിർത്തിയത് കോൺഗ്രസ് പ്രവർത്തകയും മുതിർന്ന കൗൺസിലറുമായ ലാലി ജെയിംസിന്റെ കോഴ ആരോപണമായിരുന്നു. നിജി ജസ്റ്റിന്റെ കയ്യിൽ നിന്നും DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പണം വാങ്ങിയാണ് മേയറാക്കിയതെന്നായിരുന്നു ലാലിയുടെ ആരോപണം. വിഷയം ഏറെക്കുറെ തണുത്തു വരുമ്പോഴാണ് ഒന്നും മറന്നിട്ടില്ല എന്ന സൂചന നൽകി വീണ്ടും ലാലി നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നത്. ഇക്കുറി തുറന്നു പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. കഴിഞ്ഞുപോയ ദിവസങ്ങൾ കാട്ടാളന്മാരെ പോലെ എന്നെ വേട്ടയാടിയ ചിലരുടെ മുഖങ്ങൾ ഉറക്കത്തിലും ഒരു സ്വപ്നം പോലെ മറക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ പകലിന്റെ വെളിച്ചത്തിൽ ആ മുഖങ്ങൾ വീണ്ടും ഓർമ്മ വരുമ്പോൾ അറിയാതെ ഞാൻ കരഞ്ഞു പോകാറുണ്ട്. ഏതൊരു വ്യക്തിയെയും ഇല്ലായ്മ ചെയ്യാൻ വാക്കുകൾ കൊണ്ടുള്ള ആയുധങ്ങൾ അതിൻ്റെ മുന്നിൽ പകയ്ക്കാതെ പാറ പോലെ ഉറച്ചു നിൽക്കാൻ എനിക്ക് ലഭിച്ചിട്ടുള്ള ആത്മീയ പരിശീലനവും എൻ്റെ മാതാപിതാക്കൾ എന്നിൽ നൽകിയ ആത്മവിശ്വാസത്തിൻ്റെ വിത്തും കരുത്താവുന്നു. എന്നെ വേദനിപ്പിച്ച ടീം ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. ലാലി തൻ്റെ മുഖപുസ്തകത്തിൽ ഇങ്ങനെ കുറിച്ചു. കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിന് പുതിയൊരു പോർമുഖം തുറക്കുകയാണ് ലാലി എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നു. നേതാക്കളെല്ലാം സീറ്റിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ലാലി അടക്കമുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിനെ ലക്ഷ്യം വയ്ക്കുകയാണ്. ടാജറ്റിന് പിന്തുണയുമായി KC വേണുഗോപാൽ വിഭാഗവും രംഗത്തുണ്ട്. ജനം, തൃശൂർ.